ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതേ നോക്കി നല്ല രസമാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറ് ഫുള്ള് നമുക്ക് കഴിക്കണമെന്നുണ്ട്. ഇതുപോലെ രസമൊക്കെ ആണെങ്കിൽ നല്ല വേറൊരു കൂട്ടാനില്ലെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് രസമാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, നമ്മളിവിടെ രസം ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കൊച്ചുള്ളി ചതച്ചതാണ് ഈ കാണുന്നത്. ഒരു 6-7 കൊച്ചുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്, അത് ചതച്ച് വെച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഓപ്ഷണലാണ് കേട്ടോ. നമ്മൾ തക്കാളി രസമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളി ഇടാറുണ്ട്. അപ്പോൾ സാധാ രസമാണെങ്കിൽ നമ്മൾ ഇടണമെന്നില്ല, പക്ഷേ ഇട്ടാലും ഇച്ചിരി ടേസ്റ്റൊക്കെ കാണും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തക്കാളി എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് വറ്റൽ മുളകാണ്. വറ്റൽ മുളക് 2 വറ്റൽ മുളകാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ മല്ലിയിലയാണ് ഇതിന് മെയിൻ ആ ഒരു ടേസ്റ്റ് തരുന്ന സാധനം. അപ്പോൾ നമ്മൾ മല്ലിയില മസ്റ്റായിട്ട് നമ്മൾ ഇടണം കേട്ടോ. മല്ലിയില അത് എത്രയും വേണേലും നമുക്കിടാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. മല്ലിയിലയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്കിടാം. പിന്നെ ഇവിടെ നമ്മൾ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ രസം ഉണ്ടാക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ പുളി നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഹോട്ട് വാട്ടറല്ല കേട്ടോ, ചൂടുവെള്ളം നമ്മൾ ഒഴിക്കുക. പുളി ഒരു ചെറിയ സൈസ് എടുത്തിട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് 10 മിനിറ്റ് അതൊന്ന് കുതിർത്ത് വെച്ചിട്ട് നമുക്കത് ഒന്ന് പിഴിഞ്ഞ് എടുത്ത വെള്ളമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണം. അപ്പോൾ ഇനി നമ്മൾ രസം ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയിലേക്ക് പോവാണ്. നമ്മൾ പെപ്പർ ചതച്ചത്, കുരുമുളക് ചതച്ചത് നമുക്ക് വേണം. അപ്പോൾ ഇത് നമ്മൾ പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇഞ്ചി ചതച്ചത്. അപ്പോൾ ഇഞ്ചി നമ്മൾ നേരത്തെ ഇങ്ങനെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ആ രീതിയിൽ ചതച്ച് വെച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു സ്വല്പം ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. ഓക്കെ, അത്ര ഓയിൽ മതി. ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് ഉലുവ ഒരു 1/4 സ്പൂണാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ നല്ലോണം കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട ശേഷം നമ്മൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ചേർക്കാൻ പോവാണേ. നമ്മുടെ കൊച്ചുള്ളി, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചിയും വേണം. ഇഞ്ചി നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്നതാണ്, അതായത് പൊടിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. അങ്ങനെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം. നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ സമയത്ത് കരിയുമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി,
വറ്റൽമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് ചേർത്താൽ മതിയേ. കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി നമ്മുടെ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി അതിനകത്ത് ചേർത്തു. അപ്പോൾ ഇനി നമ്മൾ ഗ്യാസ് ഒന്ന് കത്തിച്ചു. അപ്പോൾ തക്കാളി ഇട്ടു. ഇനി കുറച്ച് കറിവേപ്പില നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയാണ് മെയിൻ നമ്മുടെ പുളി വെള്ളം. നമ്മൾ ഇതിനകത്ത് അരിച്ചാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അരിപ്പ എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. പുളിവെള്ളം നമ്മൾ ചേർത്തിട്ട് ഇളക്കുക. തിളച്ച് ഇങ്ങനെ ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കായപ്പൊടി കുറച്ച് ഇങ്ങനെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയോ കുരുമുളക് പൊടിയോ വലിയ നമുക്ക് അത്യാവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഉപ്പും ചേർത്തു. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ മല്ലിയിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ രസം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടി ഇപ്പം വേറെ കറികളൊന്നും ഇല്ല. പക്ഷേ ഒറ്റ കറി കൊണ്ടൊക്കെ നമുക്ക് ചോറ് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കണമെന്നുണ്ട്. ഇതേപോലെ രസം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സിമ്പിളായിട്ട് ചോറുണ്ണാം. അതും ഇതേപോലെ തക്കാളിയൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. തക്കാളി രസം ആയിട്ടാണ് പറയുന്നത്. നമ്മൾ തക്കാളി ഇടുവാണെങ്കിൽ നോർമൽ രസം നമ്മൾ ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കാണും. അതിന് വേണ്ടി നമ്മൾ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രസം. അപ്പോൾ നമുക്ക് ചോറൊക്കെ ഇതൊഴിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചൂടോടെ തന്നെ, ചൂട് ആറിക്കഴിഞ്ഞാലും നമുക്ക് രസം നല്ല ടേസ്റ്റായിട്ടായിരിക്കും. ചൂടോടാണേലും നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരെ ബൈ.